നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ വാർഷിക പരീക്ഷ വിശുദ്ധമായ റമളാൻ മാസത്തിലാണ്, അഥവാ നോമ്പ് കാലത്താണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രത്യാഘാതങ്ങളുമൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കും. പക്ഷെ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതായത് മിക്ക വിദ്യാർത്ഥികളും സ്കൂൾ പഠനത്തിൻ്റെയും അതുപോലെ പരീക്ഷയുടെയുമൊക്കെ പേരിൽ വിശുദ്ധമായ പുണ്യമായ റമളാനിലെ നോമ്പ് ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് SSLC എക്സാം, അതുപോലെ ഹയർ സെക്കൻഡറി എക്സാം, ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും പല വിദ്യാർത്ഥികളും നോമ്പ് ഒഴിവാക്കുന്നുണ്ട്. ഒരിക്കലും തന്നെ ഇസ്ലാമിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നോമ്പ് ഒഴിവാക്കാനുള്ള വകുപ്പില്ല. കാരണം റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ്. അത് ആർക്കെല്ലാമാണ് നിർബന്ധം എന്ന് നോക്കിയാൽ പ്രായപൂർത്തിയായ, അതായത് പ്രായപൂർത്തി എന്നുള്ളത് കൊണ്ട് 18 വയസ്സ് എന്നുള്ള ഇന്നത്തെ ഗവൺമെൻറ് നിയമമല്ല ഇസ്ലാമിലെ പ്രായപൂർത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 90% പേർക്കും പ്രായപൂർത്തിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നോമ്പ് നിർബന്ധമുള്ളവരാണ്. പഠനത്തിൻ്റെ പേരിൽ, പരീക്ഷയുടെ പേരിലൊന്നും നോമ്പ് ഒഴിവാക്കാനുള്ള ഒരു പഴുതും മാർഗവും ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും നോമ്പ് അനുഷ്ഠിച്ച് തന്നെ പരീക്ഷയ്ക്ക് പോകേണ്ടതാണ്. എന്നാൽ വളരെ ദുഃഖത്തോടു കൂടി തന്നെ പറയട്ടെ, പല വിദ്യാർത്ഥിനികളും ഈ നോമ്പ് കാലത്തെ പരീക്ഷകളിൽ കഴിഞ്ഞ വർഷം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതായത് നോമ്പ് കാലത്തെ പരീക്ഷയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ പരീക്ഷയുടെ മുമ്പോ ഉള്ള സമയത്ത് ബേക്കറികളിലും കൂൾബാറുകളിലുമൊക്കെ കയറി പലതും കഴിക്കുന്നു, കുടിക്കുന്നു. അതുപോലെ കടകളിൽ പോയി മിഠായി പോലെയുള്ള വസ്തുക്കൾ വാങ്ങി തിന്നുന്നു. താനൊരു മുസ്ലിമാണ്, ഇത് റമളാൻ മാസമാണ് എന്നൊരു ബോധം പോലും അവർക്കില്ല. നോമ്പ് നിർബന്ധമില്ലാത്ത രോഗികൾ പോലും പരസ്യമായി ഭക്ഷണം കഴിക്കാനോ പാനീയങ്ങൾ കുടിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക ഫിഖ്ഹിൻ്റെ നിയമം. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മക്കൾ നോമ്പ് അനുഷ്ഠിച്ചാണോ വീട്ടിൽ നിന്ന് പോകുന്നത്? പിന്നെ സ്കൂളിൽ എത്തിയ ശേഷം ആ നോമ്പ് നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. മറ്റൊരു കാര്യം വളരെ ഗൗരവമായി ഉണർത്തേണ്ടതുണ്ട്. അതായത് വിദ്യാർത്ഥികൾ വിദ്യയെ അർത്ഥിക്കുന്നവരാണ്, അതായത് വിദ്യയെ തേടുന്നവരാണ്. പക്ഷേ മിക്ക സ്കൂൾ കുട്ടികളും വിദ്യയെ തേടുന്നതിന് പകരം മറ്റെന്തോ തേടുന്ന പോലെയാണ് അവരുടെ വേഷവും യാത്രയും മറ്റുമെല്ലാം കാണുന്നത്. അതായത് അവർ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ പരസ്പര സംസാരങ്ങൾ, കൂട്ടുകെട്ടുകൾ, അവരുടെ വേഷങ്ങൾ എന്നിവയൊക്കെ കണ്ടാൽ ഒരിക്കലും തന്നെ അവർ വിദ്യാർത്ഥിയല്ല, മറ്റെന്തോ അർത്ഥിച്ചുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. 90% പെൺകുട്ടികളും ചുണ്ടിൽ പല കളറുകളും തേച്ചാണ് സ്കൂളിൽ പോകുന്നത്. അതായത് മറ്റാരെയോ വശീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അഭിനയം. സത്യത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ വിദ്യാർത്ഥികളാണോ അതോ കാമാർത്ഥികളാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതായത് അവരുടെ ബോയ് ഫ്രണ്ടിനെ വശീകരിക്കാൻ വേണ്ടിയുള്ള വേഷങ്ങളും മുഖഭാവങ്ങളും മറ്റു കെമിക്കൽ വാരിത്തേക്കലും ഒക്കെയാണ് കാണുന്നത്. അതിൻ്റെ ആരോഗ്യകരമായ ദൂഷ്യത്തെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ല. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കൾ ഒരു വിദ്യാർത്ഥിയാണോ അതോ ഒരു കാമാർത്ഥിയാണോ? അവരുടെ ജീവിതത്തിൽ നിന്ന്, വേഷത്തിൽ നിന്ന്, അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് ബോധ്യമാകും. അത് അന്വേഷിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ ഇസ്ലാമികമായ ബാധ്യതയാണ്. എന്തായാലും ഈ റമളാൻ മാസത്തിൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കുമുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞാൻ നൽകുന്നത്. മാർച്ച് മാസമാണ്, ഉഷ്ണതരംഗമാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും നോമ്പ് നിർബന്ധമാണ്. അത് ഒഴിവാക്കിയുള്ള സ്കൂൾ യാത്ര ഒഴിവാക്കുക.
കാരണം നമുക്ക് ഈ ഒരു ഭൗതിക ജീവിതം മാത്രമല്ല, മരണശേഷമുള്ളൊരു നിത്യമായ സ്ഥായിയായ ജീവിതമുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് നാം ജീവിക്കേണ്ടത്. മറ്റൊന്ന്, റമളാൻ മാസത്തെ നാം സദാ ബഹുമാനിക്കണം. ചുരുക്കത്തിൽ ഇത് റമളാൻ മാസമാണെന്നത് ബോധമെങ്കിലും രക്ഷിതാക്കൾക്കും ഈ വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കണം. സ്കൂളിൽ പോയാലും നമസ്കരിക്കണമെന്നുള്ളൊരു തീരുമാനം വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അത് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാം, അല്ലാതെ മറ്റു സൗകര്യങ്ങളുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അതായത് പഠനത്തിൻ്റെയും പരീക്ഷയുടെയും സ്കൂളിൻ്റെയും പേരിൽ നമസ്കാരം ഒഴിവാക്കാനുള്ള ഒരു പഴുതും ഇസ്ലാമിലില്ല. ഇനി സ്ത്രീകളെപ്പോലെ നോമ്പ് നിർബന്ധമില്ലാത്ത സാഹചര്യമുള്ള വല്ലവരുമുണ്ടെങ്കിൽ അവർ പോലും സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങാടികളിൽ നിന്ന് വല്ലതും വാങ്ങിക്കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യരുത്. തീർത്തും അത് ഹറാമാണ്, നിഷിദ്ധമാണ്. നമുക്കറിയാം, സ്ത്രീകൾക്ക് പീരിയഡ് സമയത്ത് നോമ്പ് നിർബന്ധമില്ല. പക്ഷേ പരസ്യമായി ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ മറ്റു വസ്തുക്കൾ തിന്നാനോ ഒന്നും പാടില്ല. സ്കൂളിൽ പോകുമ്പോൾ തീർത്തും ഒരു വിദ്യാർത്ഥിയായി, ഒരു വിദ്യാർത്ഥിനിയായി തന്നെ സ്കൂളിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ മുഖത്ത് പല കെമിക്കലുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന പേരിൽ വാരി തേക്കരുത്. ചുണ്ടിൽ ഒന്നും വാരി തേക്കരുത്. മറ്റൊന്ന്, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് യാത്ര ചെയ്യരുത്, ഇരിക്കരുത്, സംസാരിക്കരുത്, ഇടപഴകരുത്. അത് ഇസ്ലാമികമായി തീർത്തും ഹറാമായ കാര്യമാണെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദ വലയങ്ങൾ പോലും ഇസ്ലാമിൽ ഹറാമാണ്. ഫ്രണ്ട്ഷിപ്പ് പോലും പാടില്ല. നിങ്ങളുടെ കൂട്ടുകാരികളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ വിദ്യാർത്ഥികളിൽ ആരെങ്കിലും ലഹരി വസ്തുക്കൾ വല്ലതും ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അധ്യാപകരെയും അതുപോലെ പോലീസിനെയും ധൈര്യത്തോടു കൂടി തന്നെ വിവരം അറിയിക്കുക. അങ്ങനെ ഈ വിശുദ്ധമായ റമളാൻ മാസത്തിലെ ഒരു നല്ല മാതൃകാ വിദ്യാർത്ഥിയായി നിങ്ങൾ മാറുക. അങ്ങനെയാണ് നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് അല്ലെങ്കിൽ വിദ്യ നുകരുന്നത് എങ്കിൽ നിങ്ങളുടെ ആ പഠനവും വിദ്യാർത്ഥി ജീവിതവും ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മമാണ്. അത്തരമൊരു പുണ്യകർമ്മത്തിൻ്റെ തുടക്കമാകട്ടെ ഈ വിശുദ്ധമായ റമളാൻ മാസം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.